ഞായറാഴ്ച ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷാഫി എന്ന ഓട്ടോ ഡ്രൈവർ മരിച്ചു. ഡ്രൈവിംഗ് പരിശീലനത്തിനിടെ നടപ്പാതയിലേക്ക് കാർ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണിത്. ഒന്നും ചെയ്യാതെ അവിടെ ആ സമയത്ത് നിന്നിരുന്ന ആളുകളുടെ മേലേക്കാണ് ആ കാർ ഇടിച്ചു കയറിയത്. എന്താണ് സംഭവിച്ചത്? ഏറെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. 7 ദിവസം മുൻപ് ഇതേപോലെ ഒരു ഞായറാഴ്ച ഈ വാഹനം ഇത്തരത്തിൽ ഇടിച്ചു കയറുന്നു. ആ ഘട്ടത്തിൽ തന്നെ വലിയ പരിക്കുകൾ. നമ്മൾ ആ ഘട്ടത്തിൽ നമ്മൾ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ ഈ വാർത്തയും സംബന്ധിച്ച് പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ അത്രമാത്രം വേദനിപ്പിക്കുന്നതായിരുന്നു, അത്രമാത്രം ആശങ്കാകുലമായിരുന്നു. കാരണം വലിയ പരിക്കായിരുന്നു പ്രത്യേകിച്ച് 3 പേർക്കുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും വലിയ പരിക്കേറ്റ, ഈ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ് പരിക്കേറ്റ, തലയ്ക്ക് പരിക്കേറ്റ ഷാഫിയാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. എൻ്റെ ഒരാഴ്ചയോളം ഇവർ ചികിത്സയിലായിരുന്നു. മടങ്ങി വരും, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്നില്ല. ഒടുവിൽ ഷാഫി മരണപ്പെടുകയാണ്. അന്ന് ആ ഓട്ടോ സ്റ്റാൻഡിൽ പോകുമ്പോൾ, ഇത് റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന മനുഷ്യർ പറയുന്നുണ്ടായിരുന്നു, രാവിലെ ഒരു ഓട്ടം കഴിഞ്ഞ് അടുത്ത ഓട്ടത്തിന് തയ്യാറെടുത്ത് മുന്നിൽ നിൽക്കുകയായിരുന്നു ഷാഫി. അങ്ങനെ നിന്ന് സംസാരിക്കുമ്പോഴാണ് പൊടുന്നനെ ഒന്ന് മാറാൻ പോലും കഴിയാത്തത്ര വേഗത്തിൽ, മിന്നൽ വേഗത്തിലേക്ക് കാർ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറുന്നത്. ഇപ്പോൾ നിലവിൽ 3 പേരായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. ഷാഫി ചികിത്സയിലുണ്ടായിരുന്നു. ഒപ്പം ആഞ്ജനേയൻ, ശ്രീപ്രിയ എന്ന ഈ വള്ളക്കടവ് സ്വദേശികളായ ഇരുവരും ചികിത്സയിലുണ്ടായിരുന്നു. 3 പേരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും ഷാഫി, ഏറ്റവും ഒടുവിൽ ഷാഫി മരണത്തിന് കീഴടങ്ങുകയാണ്. ജനറൽ ആശുപത്രിക്ക് മുന്നിലുണ്ടായ അപകടത്തിൽ ഇപ്പോൾ എന്തായാലും ഒരു മരണം സംഭവിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ഡ്രൈവിംഗിലെ അനാസ്ഥ, ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുക തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു മരണം സംഭവിച്ചതിൻ്റെ പിന്നാലെ മനഃപൂർവ്വമല്ലാതെ നരഹത്യക്ക് കൂടി കേസ് വരാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായ ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. ആര്യ, ശരി.